ഞാൻ ചൂടായില്ലേ പറ്റൂ. ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേലധികാരി. ഇത് എന്റെ ചുമതലയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇത് കാർഷിക ലോൺ രൂപ 10,000. 1.5 വർഷത്തിനിടയ്ക്ക് ഒരടവ് പോലും അടച്ചിട്ടില്ല. 1000 പലിശ 4000. ഇതില് 2 സാക്ഷികളുണ്ട്. അതിൽ ഒരു സാക്ഷി നീയാണ്. ഇത് വെഹിക്കിൾ ലോൺ. ജാമ്പവാൻ കാലത്ത് ഏതോ ഒരു ലൊടക്ക് വണ്ടി കാണിച്ചിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നും പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് രൂപ 50,000 എടുത്ത് 5 ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് കെട്ടിക്കൊടുത്ത വകയിലുള്ളത്. ഇത് രണ്ടിന്റെ നല്ല ഗുരുതരമാണ്. ഐ മീൻ ജപ്തി. പണ്ടാരോടൊക്കെ എന്തൊരു ചൊറിച്ചില്ല. ഈ ജപ്തി എന്ന് പറഞ്ഞ് എന്നെ മാത്രം അങ്ങ് പേടിപ്പിക്കാതെ. പിന്നെ ഈ ലോണൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ സാങ്ഷൻ ആക്കി കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പം ഉണ്ടാവുന്നോ അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ഐ മീൻ ജപ്തി. എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയരുത്. ഈ പലിശ അടച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പക്ഷെ അതിന് പലിശ മാത്രം പോരാ, പണം തന്നെ വേണം. നിന്റെ ഇല്ലാത്തൊരു സാധനം അതാണല്ലോ. ഉണ്ടാക്കണം. അല്ലേ പറ്റൂ. എങ്കിപ്പോ ഉണ്ടാക്കി ഒരു 25,000 ഉണ്ടായിക്കൊണ്ട് 1 വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അല്ല, ഈ ഗ്യാസ് ലോൺ ഞാനാണെങ്കിൽ ആ ലോൺ എടുത്തിട്ടുമില്ല. അപ്പൊ ആ കാശ് എടുത്ത് ഈ പലിശയിലോട്ട് മറിച്ചാൽ എങ്ങനെ ഉണ്ട്? മറിക്ക് എത്രയും ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കാം. നീയാണ് യഥാർത്ഥ ഗണിത. ചുമ്മായിരുന്നു നാക്കുന്നിട്ട് നേരം കാണാതെ പോയി 25,000 പോക്കറ്റ് അടിച്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ട്. അതല്ല ഈ പോക്ക് ഇങ്ങനെ അങ്ങ് തുടരാനാണ് പരിപാടിയെങ്കിൽ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്ര നിന്റെ കാര്യം പോക്ക. ഐ മീൻ ജപ്തി.